ശ്രീ ഗോപിനാഥൻ, അങ്ങനെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. യാത്രക്കാരെ നട്ടം തിരിക്കുന്നതാണ് സമരം എന്നാണ് പൊതുവെ ഉയരുന്ന ഒരു ആരോപണം. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തോട് പ്രതികരിക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ എടുത്ത ഈ ഒരു തീരുമാനം അത് സാധാരണ ജനങ്ങളെയൊക്കെ വലിയ രീതിയിൽ ബാധിച്ചു എന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. തീർച്ചയായും സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ സമരം പരിപൂർണമാണ്, എക്സെപ്റ്റ് തിരുവനന്തപുരം സിറ്റി. തിരുവനന്തപുരം സിറ്റിയിൽ സാധാരണ അങ്ങനെ ബസ്സുകൾ ഞങ്ങൾ അങ്ങനെ സമരമായിട്ട് നിർബന്ധിക്കാറില്ല. കാരണം അവർ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പെർമിറ്റ് അനുവദിച്ചാണ്. 100ഓളം ബസ്സുകൾക്ക് ഇവിടെ ഓടാൻ പ്രത്യേക പെർമിറ്റ് അവർക്ക് അനുവദിച്ചതാണ്. അതുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ബാക്കി സംസ്ഥാനത്തെ ഈ സ്വകാര്യ ബസ് സമരം പരിപൂർണമാണ്. ഈ സമരം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു 15 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തത്, ഞങ്ങളുടെ സമരത്തിന് നോട്ടീസ് കൊടുത്തത്. ഞങ്ങൾ വർഷങ്ങളായിട്ടും ഈ ഗവൺമെന്റിനോട് കഴിഞ്ഞ 2022 മുതൽ കഴിഞ്ഞ ബസ് ചാർജ് വർധനവിന് ശേഷം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് 3 വർഷക്കാലം അടി സർക്കാരിന്റെ പിന്നാലെ നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച പോലും വിളിച്ചത്, ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ ഒരു സമരത്തിന്റെ മുന്നിലെങ്കിലും ഒരു ചർച്ച ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു ചർച്ചയല്ലാതെ അത് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഒരു ചർച്ച വിളിച്ച് ഒരു ചർച്ച നടത്തുകയല്ലാതെ ഒരു പ്രൊഡക്റ്റീവായിട്ടൊരു തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത ഒരു തരത്തിലായിരുന്നു ഇന്നലത്തെ സമീപനം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗമില്ല. കാരണം ഈ യാത്രക്കാർ മുഴുവൻ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. ഞങ്ങൾക്കറിയാം ചെറിയ ബുദ്ധിമുട്ട്. നാളെ ഇവർ ഞങ്ങളുടെ ബസ്സിൽ കയറേണ്ടവരാണ്. ഇവരെ ബുദ്ധിമുട്ടികൾ ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്. പക്ഷെ ഇത് ഓടാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇതിലെ തൊഴിലാളി ഞങ്ങൾക്കിപ്പോ പുതിയൊരു പ്രശ്നം ഞാൻ സൂചിപ്പിച്ച തൊഴിലാളികൾ കിട്ടാത്ത പ്രശ്നമുണ്ട്. PCC വേണം തൊഴിലാളിക്ക്. ഏതെങ്കിലും ഒരു കേസുള്ള തൊഴിലാളിക്ക് എന്തെങ്കിലും ബസ്സിലെ ആക്സിഡന്റ് കേസോ അല്ലെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും പിക്കറ്റിങ്ങോ റോഡ് ഉപരോധമോ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടൊരു കേസുണ്ടെങ്കിൽ ആ തൊഴിലാളിക്ക് PCC പോലും കിട്ടാത്ത സ്ഥിതിയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുന്നില്ല. ഈ 2012 നിശ്ചയിച്ച വിദ്യാർത്ഥികളെ യാത്രാനിരക്ക് ഇപ്പോഴും തുടരുക. അപ്പൊ ഞങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെന്റിന് മുമ്പിൽ പലതരത്തിൽ നിവേദനങ്ങൾ കൊടുത്തിട്ടും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിയുള്ള സമരത്തിൽ ഇറങ്ങേണ്ടി വന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഈ വേറൊരു വിഷയം എന്താ വെച്ചാൽ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം 32,000 ബസ് ഉണ്ടായിരുന്നു, ഇന്ന് 8,000 എത്തി നിൽക്കുക. ഈ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഉൾപ്പെടെ ബസ് വ്യവസായത്തിന് നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഇതിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതില്ലാത്തതുകൊണ്ടാണ് ഈ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതെന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടും ഈ വ്യവസായം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ചെലവ് കുറഞ്ഞ ഈ യാത്രാ സംവിധാനം ഇല്ലാണ്ടാകുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവാത്ത പക്ഷം 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം ഗവൺമെന്റിന് ഞങ്ങളെ കഴിഞ്ഞ 26-ാം തീയതി ഗവൺമെന്റ് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി. ഈ അവസരത്തിൽ ശ്രീ ഗോപിനാഥൻ പ്രതികരിച്ചില്ല. എന്തായാലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.